ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലോ. അപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു സവാളയുടെ ഒരു മുറി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകും ഒരു ചെറിയൊരു ക്യാരറ്റ് അരിഞ്ഞതും അല്പം കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. നെയ്യ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ നെയ്യ് ഒഴിക്കാം. ഞാൻ കുറച്ച് നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സവാള അരിഞ്ഞ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റും സവാളയും വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴിനി നമുക്ക് ഗോതമ്പ് ദോശയ്ക്കുള്ള പൊടിയൊക്കെ എടുത്ത് വെക്കാം. അപ്പം ഗോതമ്പ് പൊടി എടുക്കുന്നത് ഞാൻ ഈ സ്പൂണിന് ഒരു 3 സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ആളിൻ്റെ അനുസരിച്ച് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കണം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ക്യാരറ്റും ഉള്ളിയെല്ലാം കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇളക്കിയപ്പോഴേ പാത്രത്തിൽ കൊള്ളത്തില്ലെന്ന് തോന്നി പാത്രം ഒന്ന് മാറിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കലക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ ദോശയുടെ പരുവത്തിൽ കലക്കി കഴിയുമ്പോൾ ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം അല്പം ഇട്ട് കൊടുക്കുക. നമ്മുടെ ദോശമാവൊക്കെ ഇതേ പരുവത്തിന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുടാനായിട്ടുള്ള പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ദോശ ചുടാനുള്ള പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ ദോശയുടെ അടിവശമൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ദോശയെല്ലാം ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോഴും നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ചുടുമ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ചുടാതെ ഇതുപോലൊക്കെ വെറൈറ്റി ആയിട്ട് ചുട്ട് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്.